നിങ്ങൾ മേയറെ CPM ഗുണ്ടകളെ കോർപ്പറേഷനിൽ നിന്ന് പുറത്താക്കുന്നു. CPM ഗുണ്ടകളെ പുറത്താക്കി കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയെ LDF നടത്തിയ കോർപ്പറേഷൻ ഉപരോധത്തിനിടെ കയ്യേറ്റം ചെയ്തതായി പരാതി. ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ LDF പ്രവർത്തകർ ഉപരോധ സമരത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ കാര്യാലയത്തിന്റെ മുൻപിൽ ഉപരോധിച്ചിരുന്നു. ഇതിനിടെ കാര്യാലയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച മേയറെയും കൗൺസിലർമാരെയും തടയുകയായിരുന്നു. ഇതിനിടയിലാണ് ഉന്തും തള്ളലിൽ മേയർക്ക് പരിക്കേറ്റത്. ഇത് വകവയ്ക്കാതെ മേയറുടെ അധ്യക്ഷതയിൽ കൗൺസിൽ യോഗം ചേർന്നിരുന്നുവെങ്കിലും ക്ഷീണം നേരിട്ട മേയറെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും മേയറെ ഉപരോധിച്ചതിൽ പ്രതിഷേധിച്ച് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി. TO മോഹനൻ, റിജിൽ മാക്കുറ്റി, ശ്രീജ മഠത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നാൽ മേയർക്ക് കാര്യാലയത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ കമ്പി തട്ടി പരിക്കേറ്റതാണെന്ന് LDF കണ്ണൂർ മണ്ഡലം കൺവീനർ N ചന്ദ്രൻ പ്രതികരിച്ചു. LDF MLAയും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് LDF കോർപ്പറേഷനെതിരെ ഉപരോധ സമരം നടത്തിയത്. പത്രത്തിൽ ഞങ്ങളൊക്കെ വായിച്ചതായിരുന്നു അവരുടെ ധർണ എന്ത് എന്നുള്ളത്. സ്വാഭാവികമായ ധർണ അവർ പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്, ധർണയല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ വരുമ്പോഴാണ് കണ്ടത് അവിടെ അതിൻ്റെ ഉള്ളിൽ ഓഫീസിന്റെ കോർപ്പറേഷൻ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ CPMന്റെ ആളുകളെ കയറ്റുക, നമ്മൾ വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി ഗേറ്റ് അടക്കുക. ഇതൊക്കെ ചെയ്യുന്നത് പോലീസാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലത്തെ ആളുകളെ ഉള്ളിൽ കയറാൻ വിടാതെ CPMന്റെ ആളുകളെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറ്റുക. ഇത് എന്ത് സമരമാണ്? എവിടെയും കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സമരം? നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്, നമ്മളെ കൃത്യനിർവഹണ തടസ്സമാണ്. 10 മണി വരെ അവരുള്ളിൽ കയറാൻ പറ്റില്ല. ഉന്തും തള്ളുമായിട്ട് അവിടെ മാന്തി പറിച്ചതാണ്. അത് മാത്രമല്ല, സമരം ചെയ്യുമ്പോൾ സ്ത്രീകൾ കൗൺസിലർമാരുണ്ട് എന്നുള്ളത് അവർക്കറിയാലോ. നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ നമ്മളെ തടഞ്ഞ് പിടിച്ചു മാറ്റുന്നതും തള്ളിയിടുന്നതും ഒക്കെ പുരുഷന്മാരാണ്. ഇവർക്ക് ഇവിടെ എന്തും ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് ഇവരുടെ കാര്യം എത്തി നിൽക്കുകയാണ്. വെറും എന്താ പറയാ, തോന്നിയ വർഷം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം ഭീകരമായിട്ടുള്ള അക്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്താ ഒരു സ്ത്രീകളെ പുരുഷന്മാര് കയറി പിടിച്ച് തള്ളിയിടുക എന്നൊക്കെ പറയുന്നത് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? നമ്മുടെ കൂടെയുള്ള കൗൺസിലറെ സാരിയൊക്കെ പിടിച്ചു വലിച്ച് കീറി പുറത്ത് കുത്തുക എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. സമരം ചെയ്യുന്നതിനോ നമ്മളും ഇഷ്ടംപോലെ സമരം ചെയ്യാറുണ്ട്. ഇതുപോലെ ഭീകരമായ രീതിയിലേക്ക് സമരം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളെ കൗൺസിൽ യോഗം ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൗൺസിൽ നടപടിക്ക് കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ക്ഷീണം വന്നതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്, ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മേലിലൊക്കെ പിടിച്ച് തള്ളിയതും മാന്തിയതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് കയ്യും കാലും നേരത്തെ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഒരുപാട് കൗൺസിലർമാരെ പിടിക്കുകയും തള്ളുകയും അവരെ താഴെ വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഇതൊരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ മേയറെ CPM ഗുണ്ടകളെ കോർപ്പറേഷനിൽ നിന്ന് പുറത്താക്കുന്നു. CPM ഗുണ്ടകളെ പുറത്താക്കി കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.